സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? മണിക്കൂറുകളോളം നിങ്ങളുടെ കുട്ടി മൊബൈൽ ഫോണിൽ സമയം ചിലവഴിക്കാറുണ്ടോ? നിങ്ങളുടെ കുട്ടിക്ക് സംസാരം കുറവാണോ? തൊട്ടടുത്തൊരു സ്ഫോടന ശബ്ദം കേട്ടാൽ പോലും അതറിയാതെ നിങ്ങളുടെ കുട്ടി മൊബൈൽ ഫോണിൽ മുഴുകിയിരിക്കാറുണ്ടോ? എങ്കിൽ സൂക്ഷിക്കണം. അറിയാം വെർച്വൽ ഓട്ടിസത്തെക്കുറിച്ച്. അമിതമായ സ്ക്രീൻ സമയം മൂലം 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ബാധിക്കുന്ന പെരുമാറ്റ വൈകല്യമാണ് വിർച്വൽ ഓട്ടിസം. മണിക്കൂറുകളോളം ടിവിയോ ഗെയിമോ ഉപയോഗിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾ. ഇവരിൽ നിന്ന് മൊബൈൽ വാങ്ങുകയോ ടിവി ഓഫ് ചെയ്യുകയോ ചെയ്താൽ ദേഷ്യപ്പെടുക, നിലത്ത് കിടന്നുരുളുക, അക്രമാസക്തമാകുകയോ ചെയ്തേക്കാം. സംസാരക്കുറവ്, മറ്റു കുട്ടികളുമായി ഇടപഴകാതിരിക്കുക, തനിയെ കളിക്കുക, പലപ്പോഴും പേര് വിളിച്ചാൽ പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥ, ചുറ്റുപാട് നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. നോർമലായി ജനിച്ച ഒരു കുട്ടി പെട്ടെന്ന് ഓട്ടിസത്തിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് വെർച്വൽ ഓട്ടിസത്തിൻ്റെ പ്രത്യേകത. സെൻസ് ഓർഗൻസ് വഴി ഒരു കുഞ്ഞിന് കിട്ടുന്ന സ്റ്റിമുലേഷൻസ് ആണ് ആ കുഞ്ഞിൻ്റെ ബുദ്ധിവികാസത്തെ സാധ്യമാക്കുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 6 വയസ്സ് വരെയുള്ള അവൻ്റെ വളർച്ചയാണ് അവൻ്റെ ബ്രെയിനിൻ്റെ 90% വളർച്ചയെ പൂർണ്ണമാക്കുന്നത്. ഇനി ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ സ്ക്രീൻ ടൈം ഫിക്സ് ചെയ്യുക. 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ നൽകാതിരിക്കുക. 3 മുതൽ 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈം നിജപ്പെടുത്തി നൽകുക. മറ്റുള്ളവരുമായി ഇടപഴകാൻ കുട്ടികളെ അനുവദിക്കുക, പ്രത്യേകിച്ച് സമപ്രായക്കാരുമായി. മാക്സിമം സോഷ്യലൈസേഷൻ പോസിബിൾ ആകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളുടെ മുന്നിൽ കാഴ്ചവെക്കുക. ഒപ്പം ഫാമിലി ടൈം ഏറ്റവും എൻജോയബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. നിയന്ത്രണം മാതാപിതാക്കൾക്കും. കുട്ടികൾ മാതാപിതാക്കളെ കണ്ട് അനുകരിച്ചു വരുന്നവരാണ്. കുട്ടികൾക്ക് നമ്മൾ സ്ക്രീൻ ടൈം നിജപ്പെടുത്തി കൊടുക്കുമ്പോൾ മണിക്കൂറുകളോളം നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് ശരിയാണോ? അല്ല. നമുക്കും വേണം നിയന്ത്രണം. ഡാൻസ്, പാട്ട്, ചിത്രരചന, സ്പോർട്സ് ആൻഡ് ഗെയിംസ് തുടങ്ങിയ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനായിട്ട് ശ്രമിക്കുക. ചിട്ടയായ ജീവിത രീതി. ഒരു കുട്ടിയുടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെയുള്ള സമയം അവൻ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം മാതാപിതാക്കൾ അവന് ലഭ്യമാക്കേണ്ടതുണ്ട്. എഴുന്നേൽക്കുന്നതിനും ഉറങ്ങുന്നതിനും പഠിക്കുന്നതിനും കളിക്കുന്നതിനും ഫോൺ യൂസ് ചെയ്യുന്നതിനുമൊക്കെ ഒരു സമയനിഷ്ഠ അവന് കൊണ്ടുവന്ന് നോക്കൂ. ഒരാഴ്ച അവനെ ശീലിപ്പിച്ചാൽ പിന്നീട് അത് അവൻ സ്വയത്തമാക്കിക്കോളും. ഇങ്ങനെയുള്ള പരിഹാര മാർഗത്തോടൊപ്പം തന്നെ കുട്ടിയെ ഒരു ഡെവലപ്മെൻ്റൽ പീഡിയാട്രിഷനെ കാണിക്കാൻ മറക്കരുതേ. വെർച്വൽ ഓട്ടിസത്തിന് ഒരു പരിധിവരെയുള്ള പരിഹാരമാണ് നമ്മുടെ അങ്കണവാടികൾ. അനൗപചാരിക തീം അധിഷ്ഠിത പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വഴി അധ്യാപകരോടും കുട്ടികളോടും ചേർന്ന് ഒന്നിച്ച് കളിച്ചും ചിരിച്ചും അറിഞ്ഞും അവർ മുന്നേറുമ്പോൾ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ കുട്ടികളിൽ നിന്നും മായുന്നു. തലച്ചോറിനെ കാർന്നു തിന്നുന്ന വെർച്വൽ ഓട്ടിസം എന്ന വിപത്തിൽ നിന്ന് നാളെയുടെ വാഗ്ദാനങ്ങളായ കുഞ്ഞുങ്ങളെ കളിച്ചും ചിരിച്ചും പ്രകൃതിയെ അറിഞ്ഞും വളർത്തുന്നതിനായി നമുക്ക് കൈകോർക്കാം. വെർച്വൽ ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിലെ ശബരിമല ഇടത്താവളത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് സജ്ജമാക്കിയിരിക്കുന്ന സ്റ്റാളുമായി ബന്ധപ്പെടുക.